കണ്ണൂർ മുൻ SHO ശ്രീജിത്ത് കൊടേരിക്കെതിരെ അന്വേഷണം. ചൊവ്വ സ്വദേശിനിയുടെ പരാതിയിലാണ് അന്വേഷണം നടത്തുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ IG-ക്കാണ് അന്വേഷണ ചുമതല. പ്രായപൂർത്തിയാകാത്ത മകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുവെന്നും അന്വേഷണത്തിനിടയിൽ തന്നെയും കുടുംബത്തെയും മാനസികമായി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. 2025 ഓഗസ്റ്റ് 14 സ്റ്റേഷനിലെത്തിയ ഭർത്താവിനെ പുറത്താക്കി SHO മുറിയിൽ തടഞ്ഞുവെച്ചു എന്നും പരാതി. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? മാധു, അതായത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന ചൊവ്വ സ്വദേശിനിയെ കണ്ണൂർ ടൗൺ SHO ആയിരുന്ന ശ്രീജിത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രേരിപ്പിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. IG-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥാണ് ഇതിനകത്തൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആരോപണ വിധേയനായ കണ്ണൂർ ടൗൺ SHO ജൂലൈ 16 കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യമുണ്ടെങ്കിൽ കൂടിയും ഇദ്ദേഹം ആ സന്ദർഭത്തിൽ അവിടെ ഹാജരായിട്ടില്ല എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണത്തിന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 14 ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേഷനിലെത്തിയ സമയത്ത് ഭർത്താവിനെ പുറത്താക്കി തന്നെ SHO മുറിയിൽ തടഞ്ഞുവെച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാതി ഈ യുവതി നൽകിയിരിക്കുന്നത്. ഇതിൽ SHOയുടെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ, പരാതി നൽകിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതോ ഇതിൻ്റെ തുടർ നടപടികളോ സ്വീകരിച്ചിട്ടുള്ളത് താനല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ലഭിച്ചപ്പോൾ സാധാരണ രീതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അല്ലെങ്കിൽ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മുൻ SHOയ്ക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചു, മാനസികമായി പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാകാത്ത മകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലാണ് അന്വേഷണം.